Write a program using structures to read the following information of 300 employees: employee name, employee number, experience and salary. The program should print the number and names of all the employees who have 5 years or more experience but salary less than 25,000. I repeat the question. Write a program using structures to read the following information of 300 employees: employee name, employee number, experience and salary. The program should print the number and names of all the employees who have 5 years or more experience but salary less than 25,000. Read the question carefully and start writing the program. എങ്ങനെ ചെയ്യും? നമുക്ക് ഒരു എംപ്ലോയിയുടെ അതായത് ഇവിടെ 300 എംപ്ലോയീസിന്റെ ഇൻഫർമേഷൻ റീഡ് ചെയ്യുന്ന പ്രോഗ്രാം വേണം അത് എഴുതാൻ. അപ്പം 300 എംപ്ലോയീസിന്റെ എന്തെല്ലാം ഇൻഫർമേഷൻ റീഡ് ചെയ്യണം? എംപ്ലോയി നെയിം, എംപ്ലോയി നമ്പർ, എക്സ്പീരിയൻസ് ആൻഡ് സാലറി. അപ്പോൾ പല ഇൻഫർമേഷൻ ഉണ്ട്, പലതും പല ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് വി നീഡ് ടു യൂസ് സ്ട്രക്ചർ. Employee name will be character array, employee number will be int, experience will be integer and salary also integer. എന്നിട്ട് ഇത് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? സാലറി ലെസ് ദാൻ 25,000ഉം 5 years or more എക്സ്പീരിയൻസ് ഉള്ള എംപ്ലോയീസിന്റെ നമ്പറും പേരുമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാം ആണ് എഴുതേണ്ടത്. ഹിയർ you need not use a function. പ്രോഗ്രാമിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്ന് പറയാത്തതുകൊണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. So now let us start writing the program. Hash include iostream.h, hash include conio.h. Now let us define structure. Struct employee എന്തെല്ലാം മെമ്പേഴ്സ് വരുന്നു? നെയിം, char name of 20, int number, int experience, int salary. So നമ്മൾ സ്ട്രക്ചർ ടൈപ്പ് ഡെഫിനിഷൻ കഴിഞ്ഞു. ഈ സ്ട്രക്ചർ വേരിയബിൾ ഡെഫിനിഷൻ നമുക്ക് മെയിൻ്റെ ഉള്ളിൽ ചെയ്യാം. നെക്സ്റ്റ് മെയിൻ. സ്ട്രക്ട് എംപ്ലോയി സ്റ്റാഫ് 300. ഇവിടെ 300 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽ വേണം. അപ്പൊ നമുക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. അതിനെ ഡിക്ലെയർ ചെയ്തു. int I j for I equal to 0, I less than 300, I plus plus. നമുക്കറിയാം array of structures 300 structures വരുമെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്ക് ഇൻപുട്ട് ചെയ്യാം. cin staff of I dot name, staff of I dot number, staff of I dot experience ന് വേണ്ടി then staff of I dot salary. ഇത്രയും കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഫോർ ലൂപ്പിൽ ചെയ്യാനുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, എല്ലാം ഇൻപുട്ട് ചെയ്യാം. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യണം. അത് നമുക്ക് വേറൊരു ഫോർ ലൂപ്പ് എടുക്കാം. ഫോർ j equal to 0, j less than
300 J plus. ആദ്യത്തെ ചെയ്താലും പ്രശ്നമില്ല, പക്ഷെ നമുക്ക് വേറെ കൊടുക്കാം. പറയുന്നത് എന്താ? എക്സ്പീരിയൻസ് 5 or greater than 5 and the salary less than 25,000. അങ്ങനെയുള്ളവരുടെ പേരും നമ്പരും പ്രിന്റ് ചെയ്യണം. So if staff of J dot X greater than or equal to 5 and 5 or more ആണ്. അപ്പോൾ greater than or equal to 5 and staff of J dot salary less than 25,000. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് വരും. 1 2. ഒന്ന് സ്റ്റാഫ് ഓഫ് ജെ ഡോട്ട് സാലറിയുടെ ബ്രാക്കറ്റും വരും, ഇഫിന്റെ ബ്രാക്കറ്റും വരും. അങ്ങനെയാണെങ്കിൽ cout /n staff of J dot name /t staff of J dot number. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു, മെയിൻ ക്ലോസ് ചെയ്യുന്നു. സോ ഇവിടെ ഒന്നുമില്ല, നമ്മളൊരു സ്ട്രക്ചർ ആദ്യം ഡിഫൈൻ ചെയ്യുന്ന എംപ്ലോയി എന്നുള്ള അതിന് നമ്മൾ ഫീൽഡ് എല്ലാം കൊടുക്കുന്നു. നെയിം, നമ്പർ, എക്സ്പീരിയൻസ്, സാലറി. അത് കഴിഞ്ഞ് മെയിനിനകത്ത് നമ്മൾ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്യുന്നു. സ്ട്രക്ട് എംപ്ലോയി സ്റ്റാഫ് ഓഫ് 300 30 അല്ല സോറി 300 നമ്പർ 300 ആണ് തന്നിട്ടുണ്ട്. സോ ദെൻ ഒരു ലൂപ്പ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അറേ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ മെമ്പേഴ്സിനെ എല്ലാം ഇൻപുട്ട് ചെയ്യണം. അറേ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ മെമ്പേഴ്സിനെ എല്ലാം ഇൻപുട്ട് ചെയ്യണം. മെമ്പേഴ്സ് എന്തെല്ലാം ഉണ്ട്? സ്റ്റാഫ് 5 ഡോട്ട് നെയിം ഉണ്ട്, നമ്പർ ഉണ്ട്, എക്സ്പോ ഉണ്ട്, സാലറി ഉണ്ട്. മെമ്പേഴ്സ് എല്ലാം ഇൻപുട്ട് ചെയ്ത് ഇനി വേറൊരു ലൂപ്പില് അതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. പകരം ഇവിടെ വേറൊരു ലൂപ്പ് ഉപയോഗിച്ചതേ ഉള്ളൂ. വേറൊരു ലൂപ്പിനകത്ത് നമ്മൾ ഓരോ അറേ ഓഫ് സ്ട്രക്ചറിലെ, അതായത് ഓരോ സ്റ്റാഫിന്റെയും എക്സ്പീരിയൻസും സാലറിയും ചെക്ക് ചെയ്യണം. അതായത് എക്സ്പീരിയൻസ് 5 ഇയേഴ്സോ അതിന് മേലോട്ടോ ഉണ്ടോന്നും സാലറി ലെസ് ദാൻ 25,000 ആണോന്നും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരുടെ പേര് നമ്പരും പ്രിന്റ് ചെയ്യണം. അതാണ് അവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത്. സ്റ്റാഫ് ഓഫ് ജെ ഡോട്ട് നെയിം ആൻഡ് സ്റ്റാഫ് ഓഫ് ജെ ഡോട്ട് നമ്പർ. സിമ്പിൾ പ്രോഗ്രാം ആയിരുന്നു, ഫംഗ്ഷൻ ഒന്നും ഉപയോഗിച്ചില്ല, ജസ്റ്റ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് ചെയ്തു. Let us do one more program and finish off with structures. Define a structure called students whose members are name, register number and average marks. Write a program to print the name of students of a particular branch who have passed and display the number of students passed in that branch. Also list the name and total number of students who have failed. Assume 50% average marks considered as pass. I repeat the question. Define a structure called students whose members are name, register number and average marks. ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആ സ്ട്രക്ചറിന്റെ പേര് സ്റ്റുഡൻസ് എന്നാണ്. അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നെയിം, രജിസ്റ്റർ നമ്പർ ആൻഡ് ആവറേജ് മാർക്സ്. നെയിം ഉണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, ആവറേജ് മാർക്സ്. നൗ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ പർട്ടിക്കുലർ ബ്രാഞ്ച്. ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ സ്റ്റുഡൻസിന്റെ പേര് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് എഴുതേണ്ടത്. അത് എങ്ങനെയാണ് പേര് പ്രിന്റ് ചെയ്യേണ്ടത്? ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ പാസ്സായ സ്റ്റുഡൻസിന്റെ പേര് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം എഴുതണം. ആൻഡ് ഓൾസോ ടു ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ദാറ്റ് ബ്രാഞ്ച്. അതായത് ഒരു ബ്രാഞ്ചിലെ പാസ്സായ കുട്ടികളുടെ പേരും എത്ര കുട്ടികൾ പാസ്സായെന്നുള്ളതും അതിന്റെ കൂടെ തന്നെ ഓൾസോ ലിസ്റ്റ് ദ നെയിം ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ഫെയിൽ. മൊത്തത്തോടെ ഫെയിലായ കുട്ടികളുടെ എണ്ണവും അവരുടെ പേരും പ്രിന്റ് ചെയ്യണം. ഇതിൽ 50% ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. പാസ് മാർക്ക് 50% ആണ്. പ്രോഗ്രാം സിമ്പിൾ. hash include
iostream dot h hash include conio dot h hash include string dot h. Now structure definition lo to form struct students int register number char name of 20 char branch name branch wise ഒക്കെ പ്രിന്റ് ചെയ്യാൻ പറയുന്നുണ്ട് ബ്രാഞ്ച് കൂടെ കൊടുക്കാം int average സ്ട്രക്ചർ ടൈപ്പ് ഡെഫിനിഷൻ കഴിഞ്ഞു ഇനി മെയിനിലോട്ട് പോവാം ഇത്രയും നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് അതിന്റെ ആട്രിബ്യൂട്ട് ഫീൽഡ്സ് കൂടെ ഡിഫൈൻ ചെയ്തു സ്ട്രക്ചർ ടൈപ്പ് ഡെഫിനിഷൻ മാത്രം സ്ട്രക്ചർ വേരിയബിളിനെ നമ്മൾ മെയിനകത്തായിരിക്കും ഡിക്ലെയർ ചെയ്യാം int n char batch of 10 അതായത് ഇപ്പൊ നമ്മൾ ആദ്യം സ്ട്രക്ചറിനകത്ത് ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏത് കുട്ടിയുടെ ഡീറ്റെയിൽസ് ആയാലും അതിന്റെ കൂടെ അതിന്റെ ബ്രാഞ്ചും കൂടെ കൊടുക്കണം ഈ ബാച്ച് എന്ന് പറയുന്നത് ഇവിടെ ബാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പർട്ടിക്കുലർ ബ്രാഞ്ചിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് ആ ബ്രാഞ്ചിന്റെ പേരാണ് ഇവിടെ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ചെക്ക് ചെയ്യേണ്ട ഏത് ബ്രാഞ്ച് ആണോ അതാണ് ഇവിടെ കൊടുക്കുന്നത് ബാച്ച് എന്ന് പറയുന്നത് int I j equal to 0 c in n ഇത് I എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ j ഒരു കൗണ്ടർ നമ്പർ ഓഫ് ഇത് n now for I equal to 0 I less than n I plus plus ഇങ്ങനെ ഇൻപുട്ട് ചെയ്യാം in stud of I dot name stud of I dot register number stud of I dot branch stud of I dot average. So ഇത്രയും മെമ്പേഴ്സ് നമുക്ക് ഇൻപുട്ട് ചെയ്യാനുണ്ട് അതെല്ലാം ഇവിടെ ഇൻപുട്ട് ചെയ്തു then ഇനി നമുക്ക് C in batch ഏത് ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ആണോ വേണ്ടത് അതാണ് ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ടത് C in batch now C out list of students passed in batch അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബാച്ചിലെ പിള്ളേ പാസ്സായ കുട്ടികളുടെ ലിസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഏത് ബ്രാഞ്ചാണോ നമ്മൾ കൊടുക്കുന്നത് ആ ബ്രാഞ്ചിൽ നോക്കണം ഇനി നമുക്ക് ചെക്ക് ചെയ്യാം for I equal to 0 I less than n I plus plus
if strcmp കമ്പയർ ചെയ്യണം, ഈ ബാച്ചും ബ്രാഞ്ചും കൂടെ സെയിം ആണോ എന്ന് കമ്പയർ ചെയ്യണം. stud of I dot branch equal to batch and stud of I dot average, സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, stud of I dot average greater than or equal to 50. ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ബ്രാഞ്ച് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ബ്രാഞ്ചുമായിട്ട് ഈക്വൽ ആണോ, സെയിം ആണോ എന്നും ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോന്നോ പ്രിന്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ജെ പ്ലസ് പ്ലസ്, അങ്ങനെയാണെങ്കിൽ കൗണ്ടർ കൊടുക്കണം. ആ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യണം ജെ പ്ലസ് പ്ലസ്. അതുപോലെ സി ഔട്ട് നമുക്ക് സീരിയൽ നമ്പറിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സി ഔട്ട് ജെ ആയിരിക്കും, ജെ ആയിരിക്കും അതിന്റെ സീരിയൽ നമ്പർ. അപ്പൊ J1 ആകുമ്പോൾ ഫസ്റ്റ് കുട്ടിയുടെ പേര് കിട്ടും. /t stud of I dot name. if ക്ലോസ് ചെയ്യുന്നു, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തേ, ഇപ്പൊ ഒരു പാർട്ട് ചെയ്തു, അതായത് ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ പാസ്സായ കുട്ടികളുടെ പേര്, അതാണ് ഇപ്പോൾ പ്രിന്റ് ചെയ്തത്. ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിലെ പാസ് സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്തത്. ഇനി ഇതിന് ഒരു പാർട്ട് കൂടെ ഉണ്ട്, എന്താണ്, ഫെയിൽഡ് സ്റ്റുഡൻസ്. ബ്രാഞ്ചിലെ ടോട്ടൽ ഫെയിൽ സ്റ്റുഡൻസ്. ഇപ്പൊ ഫെയിൽഡ് സ്റ്റുഡൻസിന് വേറൊരു ഫോർ ലൂപ്പ് എഴുതാം. See out total number of students failed in \n. അപ്പൊ വീണ്ടും കൗണ്ടർ j ഈക്വൽ ടു 0. ഒരേ കൗണ്ടറാണ് യൂസ് ചെയ്യാം. ഇവിടെ അത് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്താൽ മതി. For I equal to 0, I less than n, I plus plus. If strcmp stud of I dot branch equal to batch and stud of I dot average less than 50 j plus plus. Then cout /n j/t stud of I dot name. ഇവിടെ cout. അപ്പൊ നമ്മൾ ഇത് ക്ലോസ് ചെയ്തു, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഈ
total failed students in batch ഇങ്ങനെ കൊടുക്കുമ്പോൾ ടോട്ടൽ ഫെയിൽ സ്റ്റുഡൻസ് കിട്ടും. ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടുപോയി, അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ, അതായത് കഴിഞ്ഞ ഫോർ ലൂപ്പിന് ശേഷം അവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. സി ഔട്ട് ടോട്ടൽ പാസ് സ്റ്റുഡൻസ് ഇൻ batch J/N. അപ്പൊ ആദ്യത്തെ ലൂപ്പ് ഉണ്ടല്ലോ, അതായത് ഇതിന് മുമ്പ് നമ്മളൊരു ലൂപ്പ് എഴുതിയില്ലേ പാസ് കണ്ടുപിടിക്കാൻ, അവിടുത്തെ ആ ലൂപ്പ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ജെക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ പ്രിന്റ് ചെയ്യുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ബാച്ചിലെ പാസ്സായ കുട്ടികളുടെ എണ്ണം കിട്ടും. അതുപോലെ ഫെയിലായ കുട്ടികളുടെ എണ്ണം കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ഫോർ ലൂപ്പ് ഫുള്ള് കഴിഞ്ഞിട്ട്, അതായത് ഒരു ബ്രാഞ്ചിലെ ഫെയിൽ ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തതിന് ശേഷം അവിടെ ആ ലാസ്റ്റ് ജെ വാല്യൂ, ആ ഫോർ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ജെക്ക് ഒരു വാല്യൂ ഉണ്ട്, അത് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ ഫെയിൽഡ് സ്റ്റുഡൻസിന്റെ നമ്പർ നമുക്ക് കിട്ടും. സിമ്പിൾ ആയിരുന്നു പ്രോഗ്രാം. ഇങ്ങനെയാണ് സ്ട്രക്ചേഴ്സിലെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത്. സോ ദാറ്റ്സ് വി ഹാവ് കംപ്ലീറ്റഡ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഫോർത്ത് മോഡ്യൂൾ, ദാറ്റ് ഇസ് structures.